അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല മഴയോട് കൂടിയാണ് തുടക്കം. ഇങ്ങനെ മഴ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല, നേരെ പോയി നമ്മൾ പണികളൊക്കെ കഴിക്കണം. കാരണം ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള ദിവസമാണ്. കുറച്ച് ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറച്ചധികം സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് എത്തി. ഡോറൊക്കെ തുറന്നു, ഞങ്ങൾ അകത്തോട്ട് കയറി. അകത്ത് കയറി കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ റൂമിലോട്ടാണ്. വാവ്, എന്താ ഇതിൻ്റെ അവസ്ഥ. പോകുമ്പോൾ കുറച്ച് ധൃതി പിടിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ കാര്യങ്ങളൊന്നും എടുത്തു വെക്കാനോ മാറ്റി വെക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാണ്ട്. വാവ്, എങ്ങനെയുണ്ട് അതിന്റെ ട്രാൻസിഷൻ ഒക്കെ അടിപൊളിയാണ്. പക്ഷെ അതിന്റെ പിന്നമ്പറ കാഴ്ച ഇതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിന്റെ ഒരു കുഞ്ഞു ഡേ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് വന്നാൽ ഞാൻ ഇങ്ങനെയല്ല. ഓക്കെ, അതും കൂടി ആദ്യമേ പറഞ്ഞിടാം. ഇനി മടക്കി വെച്ചത് എൻ്റെ അൽമാറയ്ക്കും ഉമ്മാന്റെ അൽമാറയ്ക്കും മാറ്റി വെക്കാം. സാധാരണ ഞാൻ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് വന്ന എങ്ങനെയല്ല എന്ന് പറഞ്ഞല്ലോ. കാരണം ഞാൻ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് വന്ന ഒരു അടിക്കൽ തുടക്കൽ ഉണ്ടാവും, അല്ലാതെ കൂടുതൽ പണി എനിക്ക് ഉണ്ടാവില്ല. അവിടെ ഇന്ന് ഞാൻ അധികം പണികൾ ഞാനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് എന്ത് പറ്റിയാണോ എനിക്ക്. അങ്ങനെ അത് ഡ്രസ്സ് മടക്കിക്കൽ കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ് ചിക്കൻ വെള്ളത്തിടാൻ. അങ്ങനെ ചിക്കനൊക്കെ വെള്ളത്തിടും. ഇനി അടുത്ത പരിപാടി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്തേക്ക് എടുത്ത് മാറ്റി വെക്കലാണ്. ചോറ് പിന്നെ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല. ഇനി ഞങ്ങൾക്ക് കറി മാത്രം വെച്ചാൽ മതി. അത് ഉമ്മാന്റെ ഡ്യൂട്ടിയാണ്. കാരണം ഞാൻ വെക്കാൻ നിന്ന ഒരു 1.5 മണിക്കൂർ അതിമ പോകും. സോ ഞാൻ അതെടുത്തില്ല. ഞാൻ എന്തായാലും ഇതൊക്കെ റെഡിയാക്കി വെക്കട്ടെ. ആദ്യം തന്നെ എഗ്ഗ് കറക്റ്റ് ആക്കി വെച്ചു. ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെതായ സ്ഥാനത്തേക്ക് വെക്കാം. ഈ കവർ തുറക്കാൻ ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കവർ എന്തായാലും തുറക്കാൻ കിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും അത് വലിച്ചായിട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങൾ എടുത്ത് വെക്കുക. ഈ കക്കേരി ഒന്നും സലാഡ് ഉണ്ടാക്കാനാ കൊണ്ടുവരില്ല. പക്ഷെ സലാഡ് ഉണ്ടാക്കലില്ല, എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയെന്നാണ് വൈസ് പ്രഷർ. ഓക്കെ, പിന്നെ ചോറ്റും പാത്രത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ +2 വരെ കൊണ്ടുപോയ ചോറ്റുംപാത്രമാണ്. ഓക്കെ, ഇനി പുതിയൊരു ലഞ്ച് ബോക്സ് ഒക്കെ മേടിക്കണം. അങ്ങനെ എടുത്തു വെക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചു വരാൻ നിന്നു. കുറച്ച് ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടേബിളും ബേസും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ തുടക്കൽ കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മക്ക് വിശക്കുണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ പോയിട്ട് ഫുഡ് അടിച്ചു. നല്ല ചിക്കൻ കറിയും പപ്പടും പിന്നെ ചോറ്. ഫുഡ് അടിക്കൽ കഴിഞ്ഞ് അടുത്ത പണിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ മാമ വിളിക്കണ്ടോ ഒന്ന് പെട്ടെന്ന് അങ്ങാടിക്ക് വരും. കാരണം ഈ ജ്യൂസ് തരാനായിരുന്നു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് നേരെ പോയി കുളിച്ച് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞു. ആ ജ്യൂസും കുടിച്ച് കിടന്നിറങ്ങി നീച്ച് വന്നപ്പോൾ പഴംപൊരിയും ചായ ഉണ്ട്. പിന്നെ മഗ്‌രിബായി നിസ്കരിച്ചു, ഓതി, പിന്നെ എന്തെങ്കിലും വരക്കാൻ വിചാരിച്ചു. അതൊക്കെ ഞാൻ വരച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മിഠായി തിന്നുന്നുണ്ട്, ഓരോ ബിസ്ക്കറ്റ് തിന്നുന്നുണ്ട്, എല്ലാം തിന്നുന്നുണ്ട്. പിന്നെ നൈറ്റ് പത്തിരിയും ബീഫും ചിക്കൻ കറിയുമായിരുന്നു. അതും കഴിച്ച് ഇന്നത്തെ ഡേ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്.